രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇപ്പോൾ കാണുന്ന കാഴ്ച നമ്മൾ ടി വി തുറക്കാനൊക്കെയില്ല. ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയി ഞാൻ അല്പം ഭക്ഷണം കഴിച്ചാൽ ആരും ചോദ്യം ചെയ്യല. വിശ്വാസപരമായ കാര്യങ്ങളിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാറില്ല. നമ്മുടെ കാലം കഴിയുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഇല്ലാതെയാകും. മതബഹുലത, അതുപോലെ തന്നെ സാംസ്കാരിക ബഹുലതയുണ്ട്, സംസ്കാര ബഹുലതയുണ്ട്. ഒരിക്കൽ പോലും അവർ ഹിന്ദു ആണെന്നോ ഞങ്ങൾ ക്രിസ്ത്യാനിയാണെന്നോ മറ്റൊരു മുസ്ലിം ആണെന്നോ ഒരു ഫീലിങ് സ്നേഹിക്കുകയൊക്കെ ചെയ്തു വന്നിരുന്ന ഒരു നല്ല കാലഘട്ടം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സത്യവെളിച്ചം നമ്മെ പ്രകാശിപ്പിക്കട്ടെ. ട്രൂ ലൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഭാരതീയ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത മതബഹുല സമൂഹം എന്ന് പറയുന്നു. വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, ജീവിത രീതികൾ ഇതൊക്കെ ഉണ്ടല്ലോ. ഒരു ഏകദാനതയുള്ള സമൂഹം എന്നുള്ളതിനേക്കാൾ വ്യത്യസ്തതയുള്ള ഒരു സമൂഹത്തോടാണ് സംവദിക്കുന്നത്. അപ്പോൾ ഒരു മതം മറ്റൊരു മതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കാതെ പരസ്പരം കരുതുകയും സ്നേഹിക്കുകയും എല്ലാവർക്കും ഒരുപോലെ സാധ്യതകൾ നൽകുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ മതേതര സമൂഹം എന്ന് പറയുന്നത്. ഈ മതേതര സമൂഹത്തിൻ്റെ സ്വഭാവ വിശേഷതകൾ ചിലപ്പോഴെങ്കിലും ഈ പരസ്പരമുള്ള, അതായത് മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ഇടപെടലുകൾ കൊണ്ട് കൈമോശം വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അച്ഛൻ പറഞ്ഞത് 100% ശരിയാണ്. ഞാൻ എൻ്റെ കാര്യം തന്നെ അങ്ങ് പറയാം, അപ്പോൾ എളുപ്പമുണ്ടല്ലോ. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ, അച്ഛൻ എന്നെക്കാളൊക്കെ ഒരുപാട് ഇളയതായതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞുനാളിനെ കുറിച്ച് പറയുന്നത്. എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഹൈന്ദവ ഭവനമാണ്. അതിൻ്റെ ഇപ്പോൾ 2-3 വീട് മാറി ഇസ്ലാമിക് ഭവനമാണ്. സത്യത്തിൽ ഞങ്ങളുടെ അവിടുത്തെ ജീവിത നിലവാരത്തിൽ, രീതിയിൽ ഒരിക്കൽ പോലും അവർ ഹിന്ദു ആണെന്നോ ഞങ്ങൾ ക്രിസ്ത്യാനിയാണെന്നോ മറ്റൊരു മുസ്ലിം ആണെന്നോ ഒരു ഫീലിങ് ഞങ്ങൾക്കില്ലായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ ഒന്നാണ് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതാണ് സത്യത്തിൽ ഭാരതത്തിൻ്റെ ഒരു ധന്യത എന്ന് പറയുന്നത്. മതബഹുലത, അതുപോലെ തന്നെ സാംസ്കാരിക ബഹുലതയുണ്ട്, സംസ്കാര ബഹുലതയുണ്ട്. വിവിധ സംസ്കാരങ്ങൾ ചേർന്ന സമന്വയമുണ്ട്. ഇവിടെ മതങ്ങളുടെ സമന്വയമുണ്ട്. അവിടെയൊക്കെ പരസ്പരം സഹിഷ്ണുതയോടെ കാണുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തു വന്നിരുന്ന ഒരു നല്ല കാലഘട്ടം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കുറഞ്ഞ പക്ഷം കുറച്ച് സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിരുന്നു എനിക്ക് പറയാൻ അറിയാൻ മേല. എങ്കിൽ പോലും പഴയ എൻ്റെയൊക്കെ കുഞ്ഞുനാളത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ്, വളരെ വ്യത്യസ്തമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാറില്ല. അത് അവർക്ക് അവരുടെ രീതിയിൽ, അവർ ദൈവത്തെ വിളിക്കുന്ന രീതിയിൽ അവർക്ക് വിളിക്കാം. അവരുടെ കാര്യത്തിൽ നമ്മൾ അങ്ങോട്ടും ഇടപെടത്തില്ല. എന്നാൽ പരസ്പരമുള്ള സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒക്കെ ഒരുമിച്ച് ജീവിച്ചു വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയി ഞാൻ അല്പം ഭക്ഷണം കഴിച്ചാൽ ആരും ചോദ്യം ചെയ്യല. അന്നത്തെ കാലം അതാണ്. ഉത്സവങ്ങൾ വരുമ്പോഴും പെരുന്നാൾ വരുമ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകും, തിരിച്ചും നൽകും. അല്ല ഒരു കൂട്ടർ മറ്റൊരു കൊടുക്കുന്നത് മാത്രമല്ല, തിരിച്ചുകൊണ്ട്. അങ്ങനെ ഒരു നല്ല സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ വളർന്നു. ഇപ്പോഴും ഉണ്ട്, പക്ഷേ പണ്ടുണ്ടായിരുന്നതിൻ്റെ അളവ് കുറഞ്ഞു, അളവങ്ങ് കംപ്ലീറ്റ്ലി കുറഞ്ഞു. അതുകൊണ്ട് നമുക്കൊരു ആശങ്കയുള്ളത് നമ്മുടെ കാലം കഴിയുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഇല്ലാതെയാകും എന്ന ഒരു ആശങ്കയുണ്ട്. പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ ജീവിച്ചു വന്ന ആ ജീവിത രീതി ഞങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ട് കുറച്ചൊക്കെ നമുക്കത് പിടിച്ചു നിർത്താനായിട്ട് സാധ്യമാകുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ മാറിക്കഴിയുമ്പോൾ നാച്ചുറലി എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇപ്പോൾ കാണുന്ന കാഴ്ച നമ്മൾ ടി വി തുറക്കാനൊക്കെയില്ല. ടി വി തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു ജാതിയുടെ കാര്യം പറഞ്ഞു, ഇന്ന പാർട്ടി ഇന്ന ജാതി ഇന്നവർക്ക് വോട്ട് കൊടുക്കും, മറ്റേത് കൊടുക്കും, മറിച്ചത് കൊടുക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് കംപ്ലീറ്റ്ലി ജാതീയമായിട്ട് തിരിച്ചു വിടുന്ന ഒരു പ്രവണതയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നക്കാർ രാഷ്ട്രീയക്കാർ തന്നെയാണ്. അവർ മതങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഇങ്ങനെ കയറി വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കി. അതായത് ചില അതിർവരമ്പുകൾ കൃത്യമായി സൃഷ്ടിക്കുകയും അതെ അതിർവരമ്പുകൾ ഉണ്ടാക്കണം എന്നുള്ളതാണല്ലേ എവിടം വരെ അതിർവരമ്പുകൾ ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അത് വിവേചനമല്ല. വിവേചനമല്ല. അതിർവരമ്പെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു വിശ്വാസ സംഹിതയുണ്ട്. അതിനകത്ത് അച്ഛൻ വേറൊരു വിശ്വാസത്തിലാണെങ്കിൽ അച്ഛൻ കയറി അതിനകത്ത്
കൈ കടത്തേണ്ട കാര്യമില്ല. അതാണ് അവിടെയാണ് നമ്മൾ അതിർവരമ്പ് നിശ്ചയിക്കുന്നത്. എന്നാൽ അച്ഛനെ സ്നേഹിക്കാനും അച്ഛൻ എന്നെ സ്നേഹിക്കാനും അച്ഛനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അതൊന്നും ഒരു വിശ്വാസ സംഹിതയുടെ ഭാഗമല്ലല്ലോ, നമ്മുടെ ധന്യമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനകത്ത് അതിർവരമ്പ് വെച്ചാൽ പ്രശ്നമാകത്തില്ലേ? അല്ല, ഈ പ്രശ്നം സൃഷ്ടിക്കുന്ന ഇടപെടലുകൾക്കുള്ള അതിർവരമ്പുകളെ കുറിച്ചും ഇടപെടലുകളിലെ അതിർവരമ്പുകളും വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ ലോകവും മതലോകവും അങ്ങനെയാണ്. അത് മതത്തിൻ്റെയും കുഴപ്പമുണ്ട്. ഇപ്പോൾ ഈ ക്രൈസ്തവ സഭകളും ഉള്ള ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, ഇലക്ഷൻ വരുമ്പോൾ അവരെല്ലാവരും അവരവരുടെ ആളുകളെ നിർത്താനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു പ്രവണത ഉണ്ട് എന്ന് അന്തരീക്ഷത്തിൽ പറയുന്നുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പ്രവണതയുണ്ട്. കത്തോലിക്കരുടെ 4 വേണം, ഓർത്തഡോക്സുകാരുടെ 2 വേണം, മാർത്തോമാക്കാരുടെ 7 വേണം, യാക്കോബക്കാരുടെ 10 വേണം. ഇങ്ങനെയൊക്കെ പറയുന്നതായ ഒരു വല്ലാത്ത സംസ്കാരത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ കിടപ്പുണ്ട്. അതിനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളത് ചിന്തിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഭാവിയിൽ വല്ലാത്ത പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ദേശീയത എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം എന്നല്ലേ തിരുമേനി ഇപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ മതങ്ങളും പ്രധാനം തന്നെയാണ്, ഒന്നിനെയും വില കുറച്ച് കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ മതങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന നമ്മുടെ ദേശീയതയ്ക്ക് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കാൻ എല്ലാ മതങ്ങളും ഒരുമിച്ച് ശ്രമിക്കണം എന്നല്ലേ തിരുമേനി? തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ നമ്മുടെ പഴയ സംസ്കാരം, അങ്ങനെ ആയിരുന്നല്ലോ. നമ്മൾ അതിലേക്ക് തിരിച്ചു പോകേണ്ട സമയം ആയി. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയെ അത് ബോധവൽക്കരിക്കുകയും കൃത്യമായും നമ്മുടെ ആ പഴയ നല്ല സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്തില്ലെങ്കിൽ അപകടമാകും. അത് ഞാൻ ഉദ്ദേശിച്ചു. ഇതിലൊരു മറുവശം കൂടെ ഇല്ലേ? കാരണം ഒരു ഇലക്ഷൻ സമീപിക്കുമ്പോൾ ഒരു പൗരൻ എന്നുള്ള നിലയിലും ഒരു സമൂഹത്തിൻ്റെ അംഗം എന്നുള്ള നിലയിലും കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കേണ്ടി വരുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെ നടുവിലാണ് ഒരു വ്യക്തിയുടെ നിൽപ്പ്. ഒന്ന്, ഒരു മതത്തിൻ്റെ ഭാഗം, ഒരു സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗം. 2, അദ്ദേഹം വിശ്വസിക്കുന്ന ആദർശത്തിൻ്റെ ആശയ സംഹിതയുടെ ഭാഗം. ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമായി വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തി വോട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് അനുയോജ്യം എന്ന് തോന്നുന്ന സ്ഥാനാർത്ഥിക്കായിരിക്കും. ആ തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹത്തെ നയിക്കാൻ ഈ കാലഘട്ടത്തിൽ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കണം? അത് ഈ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, എല്ലാ സഭകളിലും ഉണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ, എല്ലാ സഭകളിലും ഉണ്ട്, മതങ്ങളിലും ഉണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ. എന്നാൽ ഈ പറഞ്ഞ മതത്തിലോ സമുദായത്തിലോ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായ്വില്ലാത്തതായ ധാരാളം ആളുകൾ ഉണ്ട്. അവർ സത്യത്തിൽ ഇലക്ഷൻ വരുമ്പോൾ അവർ നിശ്ചയിക്കുന്നത് ഗുണകരമായിട്ട് എന്ത് ചെയ്യുമെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്ന ആളുകളാണ് അവർ വോട്ട് ചെയ്യുന്നത്. അത് നമ്മളതിനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. അത് ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ ആ കാൻഡിഡേറ്റ് ഗുണമായിരിക്കും എന്ന് ആ ആൾ കരുതുന്നു. ആ ആൾ കരുതുമ്പോൾ അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. സഭയോ മതമോ സമുദായമോ ഒന്നും നിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. ഞാനത് മുമ്പ് പറഞ്ഞേ, സഭകൾക്കോ മതത്തിനോ ഒന്നും കക്ഷി രാഷ്ട്രീയം പാടില്ല എന്നുള്ളത്. അത് വ്യക്തി, വിശ്വാസിയാണെങ്കിൽ വിശ്വാസി, വിശ്വാസമില്ലാത്ത ആളാണെങ്കിൽ അങ്ങനെ, അവരത് കൈകാര്യം ചെയ്യട്ടെ എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും നല്ലത്. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, നമുക്ക് ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വ് കൊടുക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അവർ വ്യക്തിപരമായിട്ട് ചെയ്തു കൊള്ളട്ടെ. പക്ഷേ ഒരു മതം എന്ന നിലയ്ക്ക് നമ്മൾ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് എന്ന് പറയാനായിട്ട് പാടില്ല. ഇപ്പം ഈ അടുത്ത സമയത്ത് ചില ക്രൈസ്തവ സഭകൾ പറയുന്നുണ്ട്, ഞങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങളും സഹായിക്കും. തെറ്റായ ഒരു പ്രവണതയാണത്. അതൊരുമാതിരി എന്തോ അനാവശ്യ സ്വാധീനം, സമദൂരം, പല വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും, സമദൂരത്തെക്കുറിച്ചും ശരിദൂരത്തെക്കുറിച്ചും ഒക്കെ പല വ്യാഖ്യാനങ്ങൾ കേൾക്കുന്നുണ്ട്. ഏതാണ് ശരിയായ തീരുമാനം എന്നുള്ള ഒരു ചോദ്യത്തിലായിരുന്നല്ലോ നമ്മൾ നിന്നിരുന്നത്. അത് സംബന്ധിച്ച് തിരുമേനിക്ക് തുടർന്ന് പറയാനുള്ളത് കേൾക്കാൻ ആഗ്രഹം. അത് അച്ഛന് അറിയാമല്ലോ, ഇപ്പം പലരും ചാനലുകൾ വന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് നിലപാട്, രാഷ്ട്രീയ നിലപാട്, സമദൂരമാണോ ബഹുദൂരമാണോ ശരിദൂരമാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അവർക്ക് കൊടുക്കുന്ന കൃത്യമായൊരു മറുപടിയുണ്ട്. അത് സഭയിലെ വിശ്വാസികൾ അവരുടേതായ സ്വതസിദ്ധമായ ശൈലിയിൽ വിവേകത്തോടുകൂടി തീരുമാനിക്കും. സഭ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവരോട് പറയാറില്ല. സഭയുടെ വേദനകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വിശ്വാസികൾക്ക് കൃത്യമായിട്ട് അറിയാം. സഭയുടെ സന്തോഷങ്ങളും അറിയാം. അവരതൊക്കെ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുമെന്ന് മാത്രമാണ് ഞാൻ ഈ സാധാരണ ഈ ചാനലുകാർ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത്. ഞങ്ങളെ സഹായിച്ചവരെ ഞങ്ങളും സഹായിക്കും എന്ന്
പറയേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഞങ്ങൾ സമദൂരം പാലിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാനൊക്കാത്ത കാര്യങ്ങൾ നമ്മൾ വിളിച്ച് പറയണം. ഞങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങൾ സഹായിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വിശ്വാസികൾ അത് മനസ്സിലാക്കുമോ? ഞങ്ങൾ സമദൂരം പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ മനസ്സിലാക്കും. അതൊക്കെ കളിപ്പീര് പ്രസ്താവനകളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രസ്താവനകളൊന്നും പറയാതിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഭാഗത്തു നിന്ന് നല്ലതെന്നാണ് എൻ്റെ ഒരു ഞാൻ ഇത് വ്യക്തിപരമായിട്ട് പറയുകയാണ്. ഇനി ആരെങ്കിലും തിരുമേനി ആരെങ്കിലും പറഞ്ഞിട്ട് എന്നെ ഇത് കയറി കോട്ട് ചെയ്ത് നിങ്ങൾ വിഷയം ഉണ്ടാക്കണ്ട. പക്ഷേ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ വിശ്വാസികൾ ശരിയായ വിദ്യാഭ്യാസവും വിവരവും വിവേകമുള്ളവരാണ് എന്നുള്ളതാണ് നമ്മുടെ ഉറച്ച വിശ്വാസം. അപ്പോൾ അവർ കൃത്യമായും അവരുടെ വിവേചന ശക്തി ഉപയോഗിച്ച് ആർക്ക് അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണമെന്ന് അവരുറപ്പിക്കുന്നോ അവർക്കത് നൽകട്ടെ എന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളും സഭയുടെ അകത്തെ വിഷയങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്നവരാണ് ഭൂരിപക്ഷം വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ നമ്മൾ സഭയെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കകൾ പ്രത്യേകിച്ച് അവരോട് പറഞ്ഞ് ഒരു വോട്ടവകാശം അതിനകത്തൊരു പ്രാവർത്തികമാക്കണമെന്ന് പറയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. പൊതുവെ രാഷ്ട്രീയവും മതവും തമ്മിലുള്ള ബന്ധം, മതബഹുലമായ സമൂഹവുമായി രാഷ്ട്രീയത്തിനുള്ള ബന്ധം മുതലായവയെക്കുറിച്ചൊക്കെ തിരുമേനി വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഈ രാജ്യത്തിൻ്റെ ദേശീയത, അതിൻ്റെ അഖണ്ഡത, അതിൻ്റെ സുരക്ഷിതമായ ഭാവി, ജനങ്ങൾ തമ്മിലുള്ള സ്നേഹപൂർവമായ സഹകരണം ഇവയൊക്കെയും ഉറപ്പാക്കത്തക്ക വിധത്തിൽ ഈ രാജ്യം പുരോഗതിയിലേക്ക് നയിക്കുവാൻ പര്യാപ്തരായവരെ തിരഞ്ഞെടുക്കുവാനാണ് നമുക്ക് ശ്രമിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അതിന് ദൈവം നൽകിയിട്ടുള്ള വിവേകം ശരിയായി വിനിയോഗിക്കുകയും അത് സ്വതന്ത്രമായി തീരുമാനമെടുത്ത് ഭംഗിയായത് നടപ്പാക്കുകയും ചെയ്യുക. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേരുക എന്നുള്ളത് തന്നെയാണ് തിരുമേനി നമ്മോട് നിർദ്ദേശിച്ചിരിക്കുന്നത്.